PMKS ഫണ്ട്, അതായത് നരേന്ദ്രമോദി പ്രധാനമന്ത്രി കെയർസ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ട്, ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നൊക്കെ പറയാവുന്ന ഒരു ഫണ്ട്. ആ ഫണ്ടിനെ കുറിച്ചുള്ള ചില ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് 1000 ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷേ മറുപടികൾ എവിടെയും കിട്ടിയിരുന്നില്ല എന്ന് മാത്രമല്ല, ഈ PM കെയർ ഫണ്ടിനെ കുറിച്ച് വലിയ ദുരൂഹതകൾ നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഒരു ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നത്. എന്താണ് ഈ പറയുന്ന PM കെയർ ഫണ്ടിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് 8452 കോടി രൂപ, അതായത് 8452 crore rupees. അതാണ് ഈ PM കെയർ ഫണ്ടിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ 6641 കോടി രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് നിക്ഷേപിച്ചിരിക്കുകയാണ്. ആ ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് 6641 കോടി രൂപ നിക്ഷേപിച്ചതിന് 475 കോടി, 4000 അല്ല 475 കോടി രൂപ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഇൻട്രസ്റ്റ് ആയിട്ട് ഏൺ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 8452 കോടി രൂപ ബാലൻസ് ഉള്ള PM കെയർ ഫണ്ട്, ഈ ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചിരിക്കുന്നത് ഓൺലി 87 ലാക്ക്, 87 ലക്ഷം എന്ന് പറഞ്ഞാൽ 1 കോടി രൂപയിൽ താഴെ, 1 കോടി രൂപയിൽ താഴെയാണ് ഈ പറയുന്ന ഫണ്ടിൽ നിന്ന്, PM കെയർ ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് PM കെയർ ഫണ്ടിൽ ഉള്ള പണത്തിൻ്റെ 1% പോലും ഈ പറയുന്ന പണമായിട്ട് ചെലവഴിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ പറയുന്ന വാർത്തകൾ, ഓഡിറ്റ് റിപ്പോർട്ട് പറയുന്നത്. ഈ ഓഡിറ്റ് റിപ്പോർട്ട് നമ്മളെ വല്ലാതെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 2020 അല്ലേ, കൊറോണ വന്ന സമയം, ആ കൊറോണ വന്ന സമയത്ത് കോവിഡ് മഹാമാരി ഈ രാജ്യത്ത് പടർന്നു പിടിച്ച ആ സമയത്താണ് PM കെയർ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ PM കെയർ ഫണ്ട് കൊറോണ സമയത്ത് അല്ലേ, അന്ന് സ്റ്റാർട്ട് ചെയ്ത PM കെയർ ഫണ്ട് പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് എന്താണ്? ഈ പറയുന്ന സഹായമാണ്. എന്തിനുള്ള? ഈ പബ്ലിക് ഹെൽത്തുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്ന എമർജൻസികൾ, സിറ്റുവേഷനുകൾ തരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ടാണ്. അത് പബ്ലിക് ഹെൽത്ത് മാത്രമല്ല, രാജ്യത്തുണ്ടാകുന്ന ഡിസാസ്റ്ററുകൾ, നാച്ചുറൽ കലാമിറ്റീസ് തുടങ്ങിയ ദുരന്തങ്ങളോ അല്ലെങ്കിൽ ദുരിതങ്ങളോ നേരിടാൻ വേണ്ടിയിട്ട്, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതാണ്, ദുരിതങ്ങളോ നേരിടാൻ വേണ്ടിയിട്ട്, അതിനൊക്കെ സഹായകരമാകാൻ വേണ്ടിയിട്ടാണ് ഈ PM കെയർ ഫണ്ട് എന്ന് പറയുന്ന സാധനം രാജ്യത്ത് നിലവിൽ വന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൽ നിന്നൊക്കെ സാമ്പത്തിക സഹായം നൽകുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ചെയർമാൻ ആരാണ്? ചെയർമാൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അതുപോലെ ഡിഫൻസ് മിനിസ്റ്റർ ഉണ്ട്, അതുപോലെ ആഭ്യന്തരമന്ത്രിയുണ്ട്, അതുപോലെ ഫിനാൻസ് മിനിസ്റ്റർ ഉണ്ട്. അതുപോലെ ഈ പറയുന്ന ആളുകൾ ചേർന്നിട്ടാണ് ഇതിൻ്റെ ഈ പറയുന്ന ട്രസ്റ്റിലെ അംഗങ്ങളും ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇൻചാർജ് അംഗങ്ങളും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവരൊക്കെ ചേർന്നിട്ടുള്ള ഒരു സംഭവം, ഈ സംഭവമാണ്. മാത്രവുമല്ല, ഈ ഡൊണേഷൻ എന്ന് പറയുന്നത് PM കെയർ ഫണ്ടിലേക്ക് എങ്ങനെയാണ് പണം വരുന്നത്? പബ്ലിക് ഡൊണേഷനാണ്. എന്ന് പറഞ്ഞാൽ ഒരു ക്രൗഡ് ഫണ്ടിങ് എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് PM കെയർ ഫണ്ട്. ഈ ക്രൗഡ് ഫണ്ടിങ് ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് നൽകുന്ന ഓരോ സംഭാവനകളും 100% ടാക്സ് ഫ്രീ ആണ്. എന്ന് പറഞ്ഞാൽ
നിങ്ങൾ ഓരോ സാമ്പത്തിക വർഷത്തിലും നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേണുകൾ ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾ PM കെയർ ഫണ്ടിലേക്ക് കൊടുത്തിരിക്കുന്ന പണം അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ടാക്സബിൾ എമൗണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. ഡിഡക്റ്റബിൾ ആണ്, വളരെ കൃത്യമാണല്ലോ. എന്ന് പറഞ്ഞാൽ ജനങ്ങളെ PM കെയർ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയാണ്. കാരണം എന്താ? PM കെയർ ഫണ്ടിലേക്ക് നിങ്ങൾ സംഭാവന ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ രാജ്യത്ത് ടാക്സ് കൊടുക്കുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങൾ ഓരോ വർഷവും നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഇൻകം ടാക്സ് റിട്ടേണുകളിൽ നിങ്ങൾക്ക് ഈ നൽകിയിരിക്കുന്ന PM കെയറിലേക്ക് നൽകിയിരിക്കുന്ന പണം നിങ്ങൾക്ക് ഡിഡക്റ്റ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഞാനൊരു ജസ്റ്റ് ഇമാജിനറി ഫിഗറാണ് പറയുന്നത്. നിങ്ങൾ ഒരു വർഷം നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേണുകൾ ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുക്കേണ്ട എമൗണ്ട്, ടാക്സ് ആയിട്ട് നിങ്ങൾ പേ ചെയ്യേണ്ട എമൗണ്ട് ഒരു 1 lakh രൂപയാണ് എന്ന് കരുതുക. ഞാനൊരു ഇമാജിനറി ഫിഗറാണ് പറയുന്നത്, ഒരു ഉദാഹരണം പറയുകയാണ്. 1 ലക്ഷം രൂപ നിങ്ങൾ ടാക്സ് ആയിട്ട് കൊടുക്കണമെന്ന് കരുതുക. അങ്ങനെ 1 ലക്ഷം രൂപ നിങ്ങൾ ടാക്സ് ആയിട്ട് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് PM കെയർ ഫണ്ടിലേക്ക് നിങ്ങൾ ഒരു 10,000 രൂപ എന്താക്കിയിട്ടുണ്ട്, നിങ്ങൾ സംഭാവന ചെയ്തിട്ടുണ്ട് എന്നും കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ 1 ലക്ഷം രൂപ നിങ്ങൾ ടാക്സ് കൊടുക്കുന്ന 1 ലക്ഷത്തിൽ നിന്ന് 10,000 രൂപ മൈനസ് ചെയ്തിട്ട് നിങ്ങൾ 90,000 മാത്രം നിങ്ങൾ ടാക്സ് ആയിട്ട് പേ ചെയ്താൽ മതി എന്നുള്ളതാണ്. അതാണ് ഈ പറഞ്ഞ ഡിഡക്റ്റബിൾ എമൗണ്ട്. അതാണ് ഈ പറയുന്ന PM കെയർ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംവിധാനങ്ങൾ ഒരുക്കി കൊറോണ കാലത്ത് ഉണ്ടാക്കിയെടുത്ത ഒരു ഫണ്ട് ജനങ്ങളെ മാക്സിമം അതിലേക്ക് ജനങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഡിഡക്റ്റബിൾ പ്രൊവിഷൻ കൂടി വെച്ചിട്ട് ഇതൊക്കെ ചെയ്തിട്ട് ഇത്രയും വലിയ ഒരു എമൗണ്ട് ഇതിലൂടെ സമാഹരിച്ചിട്ട് അതിൽ നിന്ന് ആകെ ചെലവഴിച്ചിരിക്കുന്നത് 87 lakh rupees എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം 8,452 കോടി രൂപയാണ്. ഈ 8,452 കോടി രൂപ എന്ന് പറയുമ്പോൾ അതിൻ്റെ 1% എന്ന് പറയുന്നത് എത്രയാ? 1% എന്ന് പറയുന്നത് എത്രയാ? അതിൻ്റെ 1% എന്ന് പറയുന്നത് 84,52 ലക്ഷം രൂപ അല്ലേ? ആ ഒരു 1% പോലും ഇത്രയും കാലമായിട്ട് ഈ PM കെയർ ഫണ്ടിൽ നിന്ന് സ്പെൻഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ വലിയ ദുരൂഹതകളാണ് നിലനിൽക്കുന്നത്. ഇത് നിലനിൽക്കുമ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ടത് രാജ്യത്ത് ഇതിന് ശേഷം 100 കണക്കിന് ഡിസാസ്റ്ററുകളും ദുരന്തങ്ങളും രാജ്യത്തുണ്ടായി അല്ലേ? എന്തിന്? നമ്മുടെ കേരളത്തിൽ വയനാട്ടിൽ ദുരന്തമുണ്ടായി, കേരളത്തിൽ മഹാപ്രളയമുണ്ടായി. അത് കോവിഡിന് മുമ്പാണെന്ന് കരുതാം. ഇപ്പോൾ കേരളത്തിൽ ഒരു ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായല്ലോ. അന്ന് ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായിട്ട് സംസ്ഥാന സർക്കാർ നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ട തുകയുടെ 10% പോലും നൽകിയിട്ടില്ല. ഓക്കെ, സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട അത്രയും നൽകിയിട്ടില്ലെങ്കിലും ആ ദുരിതബാധിതരെ ഒന്ന് ചേർത്ത് നിർത്തണമെന്ന് ഈ PM കെയർ ഫണ്ട് ചിന്തിച്ചിരുന്നുവെങ്കിൽ ആ ദുരിതബാധിതർക്കൊക്കെ ആശ്വാസമാകാൻ PM കെയർ ഫണ്ട് തന്നെ ധാരാളമായിരുന്നു. ഇത്രയും പണം ചെലവഴിക്കേണ്ടി വരില്ലായിരുന്നു. അതവിടെ പോട്ടെ. അപ്പോൾ ഇത്തരത്തിൽ ആയിരക്കണക്കിന് ദുരന്തങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായി. ഞാൻ കേരളത്തിൽ നടന്ന ഒരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളൂ. ഇത്രയൊക്കെ ദുരിതങ്ങൾ ഉണ്ടായിട്ട് ഈ പറയുന്ന PM കെയർ ഫണ്ടിൽ ഇത്രമാത്രം ബാലൻസ് ഉണ്ടായിട്ടും അതിൽ നിന്ന് ആകെ ചെലവഴിച്ചിരിക്കുന്നത് 87 ലക്ഷം രൂപയാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് 1% പോലുമല്ല എന്ന് മാത്രമല്ല, പെർസെൻറ്റേജ് വെച്ച് നോക്കുകയാണെങ്കിൽ 0.01% ആണ്. 0.01% എന്ന് പറഞ്ഞാൽ ഈ ഒരു വലിയ മഹാസമുദ്രത്തിൽ നിന്ന് ഒരു ഗ്ലാസ്സിൽ വെള്ളം കോരിയെടുക്കുന്നത് പോലെ, സമുദ്രത്തിൽ നിന്ന് ഒരു ഗ്ലാസ്സിൽ വെള്ളം കോരിയെടുത്താൽ അത് എങ്ങനെയായിരിക്കും? അതുപോലെയാണ് PM കെയർ ഫണ്ടിൽ നിന്ന് 87 ലക്ഷം രൂപ ചെലവഴിച്ചു എന്ന ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നത്. ഇവിടെയാണ് രാജ്യത്തെ സാധാരണക്കാരനെ ഈ ഭരണകൂടം എന്ത് വില നൽകുന്നു എന്നുള്ളത്. ഒരു മഹാമാരി വരുന്നു. അപ്പോൾ ആ മഹാമാരിയെ നേരിടാൻ വേണ്ടി ഒരു ഫണ്ട്, ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു ഫണ്ട് ഉണ്ടാക്കുന്നു.
അതിലേക്ക് ഫണ്ടുകൾ സ്വരൂപിക്കുന്നു. ഈ ഫണ്ടുകൾ സ്വരൂപിക്കുന്നത് എന്തിനാ? ദുരിതങ്ങളും ദുരന്തങ്ങളും നേരിടാൻ. ആ ദുരിതങ്ങളും ദുരന്തങ്ങളും നേരിടാൻ സ്വരൂപിച്ച സമാഹരിച്ച ഫണ്ട് ഒന്നിനും ഉപയോഗിക്കാതെ അത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് അതിൽ നിന്ന് പലിശയും വാങ്ങിയിട്ട് ഇരിക്കുക എന്ന് മാത്രമല്ലാതെ എന്താണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ രാജ്യത്ത് വിവിധ ആളുകൾ ചോദ്യങ്ങൾ ചോദിച്ചതാണ് ഈ PM കെയർ ഫണ്ടിനെ കുറിച്ച്. അന്നൊന്നും ഒരു മറുപടികളും വന്നില്ല. ഇപ്പോഴാണ് ഇങ്ങനെ ഒരു വാർത്ത പുറത്തേക്ക് വരുന്നത്, അല്ലേ? അപ്പോൾ 87 ലക്ഷം എന്ന് പറയുന്നത് എത്രയോ നിസ്സാരമായ ഒരു എമൗണ്ടാണ്, വളരെ തുച്ഛമായ ഒരു എമൗണ്ട്, അല്ലേ? ആ എമൗണ്ട് മാത്രമാണ് രാജ്യത്തെ PM കെയർ ഫണ്ട് എന്ന് പറയുന്നത്, PM കെയേഴ്സ് ഫണ്ടിൽ നിന്ന് വിനിയോഗിച്ചത് എന്ന് പറയുന്നത്. ഈ കൊള്ള എത്രത്തോളമാണ് എന്നുള്ളതാണ്. ജനങ്ങളെങ്ങനെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുക, പല രീതിയിൽ പല വിധത്തിൽ ഇതൊക്കെ ഇങ്ങനെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുക. ഇനി ഈ ഫണ്ട് ഇപ്പോൾ അവിടെ ബാലൻസ് ഉണ്ട് എന്ന് പറയുന്നതിന് എന്താ തെളിവ്? ഉണ്ട്. എവിടെയുണ്ട് ഇത്രയും പണം? ആരുടെ കയ്യിലുണ്ട്? എന്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്? ഇത് ആരുടെയൊക്കെ ബിസിനസ്സുകളിലേക്ക് പോകുന്നുണ്ട്? ഈ പണം ഉപയോഗിച്ച് ആരൊക്കെ ബിസിനസ്സുകൾ നടത്തുന്നുണ്ട് എന്നുള്ളത് ആർക്കറിയാം?